നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മുൻ KPCC ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് മുൻ DCC പ്രസിഡന്റുമായ KP കുഞ്ഞിക്കണ്ണന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മൃതദേഹം രാവിലെ 10:30 മുതൽ 11:30 വരെ കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. മൃതദേഹം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ കാസർഗോഡ് DCCയിലും പൊതുദർശനം നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ KP കുഞ്ഞിക്കണ്ണൻ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് VD സതീശൻ അനുസ്മരിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ഞങ്ങളുടെ എല്ലാവരുടെയും ജ്യേഷ്ഠ സഹോദരനായിരുന്നു. കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും രാഷ്ട്രീയ രംഗത്തെത്തി കണ്ണൂരിലെയും കാസർഗോഡെയും കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയും അതിൻ്റെ നേതൃത്വ നിരയിൽ എത്രയോ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സൗമ്യമായ ദീപ്തമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരാളായിരുന്നു അന്നേരം. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലത്ത്, തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ MLA ഹോസ്റ്റലിലെ മുറിയിലായിരുന്നു. അന്ന് KSU പ്രസിഡൻ്റായിരുന്ന KC വേണുഗോപാൽ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആ മുറിയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭയകേന്ദ്രം. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാ ആളുകളും ഒത്തുചേരാൻ ആ മുറി, അദ്ദേഹത്തിൻ്റെ MLA ഹോസ്റ്റലിലെ മുറി അദ്ദേഹം തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എത്രയോ ദിവസം അവിടെ ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്. അത്രമാത്രം ഹൃദയബന്ധം 35 വർഷമായി അദ്ദേഹവുമായിട്ട് ഉള്ളതാണ്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായത് ഗാഢമായൊരു ഹൃദയബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാടിന്. ഒരു ചെറിയ അപകടം പറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഗുരുതരമായ മാരകമായൊരു അസുഖം അദ്ദേഹത്തെ ബാധിച്ചതായി അറിഞ്ഞത്. വേർപാട് വളരെ പെട്ടെന്നായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു, താങ്ങാൻ കഴിയാത്ത, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അത് വല്ലാത്ത താങ്ങാൻ കഴിയാത്ത അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ്. കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.